ഹലോ ഗായ്സ്, നമുക്കിന്നേ കുറച്ച് വിളവെടുക്കാവേ. അപ്പോൾ നമുക്ക് ഒഴിവുവേളകൾ ആനന്ദകരമാക്കാൻ കുഞ്ഞു 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 കൃഷികൾ ചെയ്യുക. അപ്പോൾ എനിക്കൊരു ചെറിയ സീതപ്പഴം കിട്ടി. ഇതാ നമ്മുടെ മരവേ, അതെന്ന് കിട്ടി. എന്നാ ഉള്ളത് നമുക്ക് നോക്കാം. സപ്പോട്ട ഉണ്ട്, ചെറിയ ചെറിയ കായ, ഒന്നും പറിക്കാറായില്ല. കായുണ്ട്, ഇത് കണ്ടോ, മൂത്തില്ല, ആയില്ല, ആകുമ്പോൾ കാണിക്കാം. ഇതുണ്ടല്ലോ നമ്മുടെ സബർജലിയാണ് കേട്ടോ, അതിലും കായായിട്ടില്ല. എല്ലാ വർഷവും ആകുന്ന കേട്ടോ, ഒരു 8-10 മാസം. ഇത് നമ്മുടെ ചെറിയാണ്, അതിലും ഇല്ല, കായില്ല. കായുടെ സീസണാണ് നമ്മുടെ പേരാണ് കേട്ടോ. നമ്മുടെ തക്കാളി കുറച്ചേറെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറിച്ചത്. നമ്മുടെ സാധാരണ ആപ്പിൾ തക്കാളിയാണ് കേട്ടോ. പച്ചയുണ്ട്, പച്ചമുളക് ഒരെണ്ണം കിട്ടി എനിക്ക്, ഒരെണ്ണം. ഇത് നമ്മുടെ കറിനാരകമാണേ, ഇത് കണ്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇതെന്ന് പറിച്ചു. ഇനി മേളിൽ കിടപ്പുണ്ട് പഴം, ഇനി ഇതെല്ലാം പഴുക്കാൻ കിടക്കുവാണേ. അത് ഞാൻ പഴുക്കുമ്പോൾ പറിക്കുമ്പോൾ കാണിക്കാം കേട്ടോ. നമുക്ക് ഇനി കാന്താരി പറിക്കാം കേട്ടോ. കാന്താരി ഉണ്ടേ, നല്ല കാന്താരിയല്ലേ. നമുക്ക് ചോറിൻ്റെ കൂടെ ഇച്ചിരി മോരും കൂടെ ഉണ്ട്, അത് മതി. വലിയ കറിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നല്ല ഇപ്പോൾ മിറ്റത്തായതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് ഇറങ്ങി വന്ന് ഫ്രഷായിട്ട് പറിച്ചു വെക്കേണ്ട കാര്യം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വാഴക്കൊല ഉണ്ട് വെട്ടാൻ. പക്ഷേ ഇതിപ്പം വെട്ടി നമുക്ക് വീട്ടിലെ ഉപയോഗത്തിൽ കൂടുതലുണ്ട്. ഇത് ആ പഴുത്ത് നിൽക്കുന്നത് കൊണ്ടോ, കാ പഴുത്തു. ഇത് കണ്ടോ, അണ്ണാനൊക്കെ തിന്നുന്ന. അതുങ്ങൾക്ക് വേണ്ടല്ലേ നീലമൊക്കെ, അതുങ്ങൾ തിന്ന. പഴുത്തേ എടുത്താൽ തീരി വില. അടുത്തൊരു കൊണ്ടാവായേ 350 രൂപ റോബസ്റ്റ. നമുക്ക് ഇത് രണ്ടും നമുക്ക് കൊടുക്കാം. പിന്നെ പെസകായ്ക്കത്തേക്ക് സാധനമുണ്ട്. അപ്പം അപ്പം നമുക്ക് ഇന്നത്തെ വിളവെടുപ്പാണ്. ഞാൻ കുറച്ച് പറിച്ചുള്ളൂ അല്ലേ, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് അത്യാവശ്യം ചേർത്ത് കറി വെക്കാം. നമുക്ക് ഈ സീതപ്പഴം ഒന്ന് പൊട്ടിച്ച് നോക്കാവേ. നമുക്ക് സീതപ്പഴം പൊട്ടിച്ച് നോക്കാം. അയ്യോ, ഇത് കണ്ടോ, സൂപ്പർ. എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. யூடியூப் சேனலுக்கு எல்லாருமே லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க. அந்த பெல்லுங்கிற பட்டன் இருக்கும், உங்க பொண்ணான கையால் அந்த பெல்லை மட்டும் கொஞ்சம் அமுக்கிடுங்க.